ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ്സിൻ്റെ ഉലൂമുദ്ദീൻ വാർഷിക എക്സാമിന് ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾക്കും ബോർഡിംഗ് മദ്രസ വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുത്താവുന്ന ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ശരിയുത്തരത്തിന് ടിക്കിടണം. എന്താണ്? ആരോഗ്യത്തിന് ഹാനികരമാണ്. എന്താണ്? അമിതാഹാരം. അമിതാഹാരം ആരോഗ്യത്തിന് ഹാനികരമാണ്. ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ച സ്ഥലം ഏതായിരുന്നു? നഹ്ല എന്ന സ്ഥലത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തോയിഫിൽ നിന്ന് വരുമ്പോൾ നഹ്ല എന്ന സ്ഥലത്ത് വെച്ച് നിസ്കരിച്ചു. അപ്പോൾ ഖുർആൻ പാരായണം കേട്ട് ജിന്നുകൾ ഇസ്ലാം സ്വീകരിച്ചു. അപ്പോൾ നഹ്ല എന്ന സ്ഥലത്താണ്. പെട്ടെന്ന് ദേഷ്യപ്പെടൽ ലക്ഷണമാണ്. എന്തിൻ്റെയാണ്? അഹങ്കാരത്തിൻ്റെ ലക്ഷണമാണ് പെട്ടെന്ന് ദേഷ്യപ്പെടൽ. അടുത്തത് നിസ്കാരം നിർബന്ധമാക്കിയ മാസം. റജബ് മാസത്തിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. നുബുവത്തിൻ്റെ 10ാം വർഷം റജബ് മാസത്തിലാണ്. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ ആരാണ്? അബ്ദുൽ മുത്തലിബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉപ്പാപ്പ അബ്ദുൽ മുത്തലിബ്. അബ്ദുള്ള ഉപ്പയും അബൂ തോലിബ് പ്രതിവ്യനുമാണ്. അടുത്തത് മുർസലുകൾ. മുർസലുകൾ 313 പേരാണ്. മുർസലുകൾ 313, 1,24,000 അംബിയ മുർസലുകൾ. അതിൽ 25 പേര് ഖുർആനിൽ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. ഇനി നമുക്ക് ചേരുംപടി ചേർക്കാനാണ്. അഹങ്കാരം. അഹങ്കാരം ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണമായി. അഹങ്കാരം കാരണം ഇബ്ലീസ് ശപിക്കപ്പെടാൻ കാരണമായി. ദുരാഗ്രഹങ്ങൾ. ദുരാഗ്രഹങ്ങൾ സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും. സ്വതക്കയുടെ പ്രതിഫലം നഷ്ടപ്പെടുത്തും ദുരാഗ്രഹങ്ങൾ. ബുദ്ധിമാന്ദ്യം. ബുദ്ധിമാന്ദ്യം നബിമാർക്ക് ഉണ്ടാവാൻ പാടില്ല. ബുദ്ധിമാന്ദ്യം നബിമാർക്ക് ഉണ്ടാവാൻ പാടില്ല. സമ്പത്ത്. സമ്പത്ത് ദാനം ചെയ്താൽ വർദ്ധിക്കും. അപ്പം അതിൻ്റെ എഴുതാം. സത്യസന്ധത നബിമാർക്ക് വാജിബാണ്. സത്യസന്ധത നബിമാർക്ക് വാജിബാണ്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നബിമാരുടെ വാജിബായ സിഫത്ത് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ അത് മനസ്സിലാക്കുക. ഇനി വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ്. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ പിശാചിൻ്റെ രീതിയാണ്. ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കൽ പിശാചിൻ്റെ രീതിയാണ്. സഹാബികളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു പറയണം. റളിയല്ലാഹു അൻഹു എന്ന് പറയണം. അടുത്തത് ഹൃദയത്തിൽ അണുതൂക്കം ഡേഷുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. എന്താണ്? കിബറുള്ളവൻ. ഹൃദയത്തിൽ അണുതൂക്കം കിബറുള്ളവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. 1ാം അഖബ ഉടമ്പടിയിൽ ഡേഷ് പേര് പങ്കെടുത്തു. എത്ര പേരാ പങ്കെടുത്തത്? 12 പേരാണ് 1ാം അഖബ ഉടമ്പടിയിൽ പങ്കെടുത്തത്. 1ാം അഖബ ഉടമ്പടിയുടെ വാർഷികത്തിൽ 73 പുരുഷന്മാരും 2 സ്ത്രീകളും ഉള്ള ഒരു ഉടമ്പടി. അതാണ് 2ാം അഖബ. അപ്പോൾ 73 പുരുഷന്മാരും 2 സ്ത്രീകളുമാണ് 2ാം അഖബ ഉടമ്പടിയിൽ. അത് ഓർത്ത് വെക്കണം കേട്ടോ. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല ഡേഷ് നൽകും. എന്താണ്? തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. ഖുർആൻ മുസഹഫ് രൂപത്തിലാക്കാൻ നേതൃത്വം കൊടുത്ത മഹാൻ സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. സെയ്ദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ആണ് ഖുർആൻ മുസഹഫ് രൂപത്തിലാക്കാൻ നേതൃത്വം കൊടുത്ത മഹാൻ. നരകം സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടേയില്ല. ആരാണ്? മീകായിൽ അലൈഹിസ്സലാം. നരകം സൃഷ്ടിച്ച ശേഷം ചിരിച്ചിട്ടേയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്തേത് ഏതാണ്? ഖുർആനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മോചിതത്ത് ഖുർആനാണ്. അടുത്തത് അബൂ തൽഹ റളിയല്ലാഹു അൻഹു കുടുംബത്തിന് വീതിച്ചു നൽകിയ തോട്ടം. ബൈറുഹ തോട്ടം. തൻ്റെ തോട്ടം, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോട്ടമായിരുന്നു ബൈറുഹ തോട്ടം. അത് അബൂ തൽഹ തൻ്റെ കുടുംബത്തിന് വീതിച്ചു നൽകി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ജുമുഅയിൽ പങ്കെടുത്ത സഹാബികൾ എത്ര? 100 പേരായിരുന്നു. 100 പേരാണ് പങ്കെടുത്തത്. മദീനയിലേക്ക് ഉള്ള വഴിയിൽ ബനു സാലിം ഇബ്നു ഔഫിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടാണ് ആദ്യ ജുമുഅ നിർവഹിച്ചത്. 100 പേരാണ് ജുമുഅയിൽ പങ്കെടുത്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആദ്യ ജുമുഅയാണത്. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. മദീനയിലെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകം മുട്ടുകുത്തി. എവിടെയായിരുന്നു ഒട്ടകം മുട്ടുകുത്തിയത്? അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുന്നിൽ. അബുൽ അയ്യൂബി അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് ഒട്ടകം മുട്ടുകുത്തിയത്. പിശുക്കിൻ്റെ കാരണങ്ങളിൽപ്പെട്ട 2 എഴുതുക. നല്ല കാര്യത്തിൽ പണം ചെലവഴിക്കുന്നതിന് അത് തടയും. സമ്പത്തിനോടുള്ള ആർത്തി അല്ലാഹു തആല
നൽകുന്നതാണെന്ന ചിന്തയുടെ കുറവ്, ദാരിദ്ര്യഭയം തുടങ്ങിയവ പിശുക്കിൻ്റെ കാരണങ്ങളിൽ പെട്ടതാണ്. 2 എഴുതുക. ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആനിൽ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ. ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് ഖുർആനിൽ സൂചിപ്പിച്ച 2 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഗർഭസ്ഥ ശിശുവിൻ്റെ മാറ്റങ്ങളുടെ ഘട്ടങ്ങൾ, ഭൂമിയുടെ ആകൃതി തുടങ്ങി നിരവധി കാര്യങ്ങൾ ശാസ്ത്രം കണ്ടെത്തുന്നതിന് മുമ്പ് തന്നെ ഖുർആൻ സൂചിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്തുടർന്ന സുറാഖയുടെ കുതിരക്ക് എന്ത് സംഭവിച്ചു? എന്തായിരുന്നു സംഭവിച്ചത്? പാറ പോലെ ഉറച്ച ഭൂമിയിൽ ആണ്ടുപോയി. പാറ പോലെ ഉറച്ച ഭൂമിയിൽ അതിൻ്റെ കാലുകൾ ആണ്ടുപോയി. ഇതാണ് സുറാഖയുടെ കുതിരക്ക് സംഭവിച്ചത്. അന്ത്യനാളിൽ മറുപടി പറയേണ്ട 4 ചോദ്യങ്ങൾ ഏതൊക്കെയാണ്? സമയം എന്തിന് ചെലവഴിച്ചു? അറിവ് കൊണ്ട് എന്ത് ചെയ്തു? ധനം എങ്ങനെ സമ്പാദിച്ചു? എന്തിന് ചെലവഴിച്ചു? ഈ 4 ചോദ്യങ്ങൾക്ക് അന്ത്യനാളിൽ മറുപടി പറയേണ്ടി വരും. സമയം എന്തിന് ചെലവഴിച്ചു? അറിവ് കൊണ്ട് എന്തു ചെയ്തു? ധനം എങ്ങനെ സമ്പാദിച്ചു? എന്തിന് ചെലവഴിച്ചു? ഈ 4 ചോദ്യങ്ങൾക്ക് അന്ത്യനാളിൽ മറുപടി പറയേണ്ടി വരും. സയ്യിദന്മാരോട് എങ്ങനെ പെരുമാറണം? അവരെ നാം സ്നേഹിക്കുകയും ആദരിക്കുകയും വേണം. അവരോട് മോശമായി പെരുമാറരുത്. അവരെ ആദരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആദരിക്കുന്നത് പോലെയാണ്. സയ്യിദുമാരെ നാം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണം. അവരെ ആദരിക്കണം. അവരോട് മോശമായി പെരുമാറരുത്. അടുത്തത് എന്താണ് ഇസ്രാ? എന്താണ് ഇസ്രാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിവേഗം സഞ്ചരിക്കുന്ന ബുറാക്ക് എന്ന മൃഗത്തിൻ്റെ പുറത്ത് കയറി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സായിലെത്തി. ഇതാണ് ഇസ്രാ. ജിബ്രീൽ അലൈഹിസ്സലാം അതിവേഗം സഞ്ചരിക്കുന്ന ബുറാക്ക് എന്ന മൃഗവുമായി എത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതിൻ്റെ മേലെ കയറ്റി മസ്ജിദുൽ ഹറാമിൽ നിന്ന് ഫിലസ്തീനിലെ മസ്ജിദുൽ അക്സായിലേക്ക് കൊണ്ടുപോയി. ഇതാണ് ഇസ്രാ. അതുപോലെ എന്താണ് മേറാജ് എന്ന് വെച്ചാലോ? മസ്ജിദുൽ അക്സായിൽ നിന്ന് 7 ആകാശങ്ങളിലേക്കും സിദ്റത്തുൽ മുൻതഹായിലേക്കും അല്ലാഹു തആല ഉദ്ദേശിക്കുന്ന മറ്റു സ്ഥലങ്ങളിലേക്കും യാത്ര ചെയ്തു. ഇതാണ് മേറാജ്. മനസ്സിലാക്കുക. ഇനി അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളിൽ നിന്ന് 2 എഴുതുക. പാവപ്പെട്ടവരുടെ കൂടെ കഴിയാനുള്ള വൈമനസ്, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജ മഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യപ്പെടൽ മുതലായവ അതിൽപ്പെടുന്നു. പാവങ്ങളെ കൂടെ കഴിയാനുള്ള വൈമനസ്, ജനങ്ങളെ പരിഹസിക്കൽ, സത്യത്തെ തിരസ്കരിക്കൽ, അസൂയപ്പെടൽ, വ്യാജമഹത്വങ്ങൾ പ്രചരിപ്പിക്കൽ, പെട്ടെന്ന് ദേഷ്യപ്പെടൽ മുതലായവ അഹങ്കാരത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതിൽ നിന്ന് 2 എഴുതുക. ഇനി 2 ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറിപ്പ് എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയം, അതിനെക്കുറിച്ച് എഴുതാം. അല്ലെങ്കിൽ സ്വർഗത്തെക്കുറിച്ച് എഴുതാം. നമുക്ക് ആദ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെക്കുറിച്ച് പറയാം. എല്ലാവരും നന്നായി മനസ്സിലാക്കി വെക്കുക. നിങ്ങളെ 17ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിനയത്തിൻ്റെ മഹത്തായ മാതൃകയായിരുന്നു. ചെരുപ്പ് സ്വയം നന്നാക്കി, കീറിയ വസ്ത്രങ്ങൾ തുന്നി അണിഞ്ഞു, സാധാരണക്കാർക്കൊപ്പം സമയം ചെലവഴിച്ചു, ചെറുപ്പകാലത്ത് ആടിനെ മേച്ചും കച്ചവടം ചെയ്തും ജീവിച്ചു, വീട്ടുജോലികളിൽ ഭാര്യമാരെ സഹായിച്ചു, സഹാബികളോടൊപ്പം കഠിന ജോലികൾ ചെയ്തു, മസ്ജിദുൽ ഹറാമിൻ്റെയും മസ്ജിദുൻ നബവിയുടെയും നിർമ്മാണത്തിൽ കല്ലുകൾ ചുമന്നും മറ്റും പങ്കെടുത്തു. ഈന്തപ്പനയോലകൾ കൊണ്ട് നിർമ്മിച്ച കുടിലിലാണ് അവിടുന്ന് താമസിച്ചത്. അപ്പം അത്രയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയത്തെക്കുറിച്ച് നമുക്ക് അവിടെ എഴുതാം. ഇനി സ്വർഗത്തെക്കുറിച്ചിട്ട് നമ്മൾ 20ാമത്തെ പാഠത്തിലാണ് സ്വർഗത്തെക്കുറിച്ച് പറയുന്നത്. എന്താണ്? സത്യവിശ്വാസികൾക്ക് പരലോകത്ത് മഹത്തായ പ്രതിഫലമുണ്ട്. സ്വർഗവും അതിലെ സുഖസൗകര്യങ്ങളും ലഭിക്കും. സത്യനിഷേധികൾക്ക് നരകവും അതിലെ കഠിന ശിക്ഷയുമാണ് ലഭിക്കുക. പരലോക യാത്രക്കിടയിലെ ഇടത്താവളം മാത്രമാണ് ദുനിയാവ്. അതുകൊണ്ട് ഒരു യാത്രക്കാരനെ പോലെ ജീവിക്കുക, പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. പിശാചിൻ്റെ കെണിയിൽപ്പെട്ട് ചിലപ്പോൾ തെറ്റു ചെയ്യാൻ ഇടവന്നേക്കാം. അപ്പോൾ തൗബ ചെയ്യണം. തൗബ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല മാപ്പ് നൽകും. അല്ലാഹു തആല കാരുണ്യവാനാണ്, ദയാലുവാണ്. നായക്ക് വെള്ളം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു തആല ഒരാൾക്ക് സ്വർഗം നൽകിയിട്ടുണ്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പം ഇത്രയൊക്കെ നമുക്ക് സ്വർഗത്തെക്കുറിച്ച് അവിടെ എഴുതിക്കാം. അതുപോലെ ബിലാൽ റളിയല്ലാഹു അൻഹു സഹിച്ച പീഡനം. മക്കയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം തുടങ്ങിയ കാലത്ത് ഉമയ്യത്തിൻ്റെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചു. യജമാനന് ഉമയ്യത്ത് ഇത് തീരെ ഇഷ്ടപ്പെട്ടില്ല.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുത വെച്ച് പുലർത്തിയ ഉമയ്യ സഹാബി വര്യനായ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ കഠിനമായി ഉപദ്രവിച്ചു. ഒരു ദിവസം അയാൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ നട്ടുച്ച നേരത്ത് മണലാരണ്യത്തിലേക്ക് കൊണ്ടുപോയി വസ്ത്രങ്ങൾ അഴിച്ച് ചുട്ടുപഴുത്ത മണലിൽ കിടത്തി വലിയ ഒരു പാറക്കല്ല് നെഞ്ചിൽ കയറ്റി വെച്ചു. ബിലാൽ റളിയല്ലാഹു അൻഹു വേദന കൊണ്ട് പുളഞ്ഞു. അപ്പോൾ ഉമയ്യ പറഞ്ഞു, നിന്റെ പുതിയ മതം ഉപേക്ഷിക്കുന്നത് വരെ ഈ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അഹദ് അഹദ് അള്ളാഹു ഏകനാണ് എന്നാണ് ബിലാൽ റളിയല്ലാഹു അൻഹു വിവരിച്ചത്. സഹാബികളിൽ ഏറ്റവും ശ്രേഷ്ഠർ അൽ ഖുലഫാഉർ റാഷിദുകളാണ്. പിന്നെ അശ്റത്തുൽ മുബശ്ശറയിലെ ബാക്കിയുള്ളവര് ബദറിൽ പങ്കെടുത്തവര്, ഉഹദിൽ പങ്കെടുത്തത്, ബഅത്തുൽ റിദ്വയിൽ പങ്കെടുത്തവർ എന്നിങ്ങനെയാണ് അവരുടെ ശ്രേഷ്ഠതാക്രമം. അതൊക്കെ മനസ്സിലാക്കണം കേട്ടോ. ഇനി ഇസ്ലാമിലെ ഭക്ഷണ രീതിയെ കുറിച്ചിട്ടാണ് എഴുതാൻ വന്നത്. നമ്മളെ 14ാമത്തെ പാഠം മുതലാണ് നമുക്ക് എക്സാമിന് വരുന്നത്. അപ്പോൾ 14ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട് എന്താണ്, മനുഷ്യൻ നിറക്കുന്ന പാത്രങ്ങളിൽ വയറിനേക്കാൾ മോശമായതില്ല. മനുഷ്യന് നിവർന്നു നിൽക്കാൻ ആവശ്യമായ ഏതാനും പിടി ഭക്ഷണം മതി. അത് പോരെങ്കിൽ വയറിൻ്റെ 1/3 ഭാഗം ഭക്ഷണം കഴിക്കട്ടെ, 1/3 വെള്ളം കുടിക്കട്ടെ, 1/3 ഭാഗം കാലിയാക്കിരട്ടെ. മുസ്ലിങ്ങളുടെ ഭക്ഷണക്രമം ഇങ്ങനെയാണ്. സത്യവിശ്വാസികൾ ഹലാലായ ഭക്ഷണം മാത്രമേ കഴിക്കൂ, ഹലാലായ പാനീയമേ കുടിക്കാവൂ. ഖുർആൻ പറയുന്നുണ്ട് എന്താണ്, ഭൂമിയിലെ ഭക്ഷണത്തിൽ നിന്ന് ഹലാലായ നല്ലത് ഭക്ഷിക്കുക എന്ന്. ശരീരത്തിനും ബുദ്ധിക്കും ഹാനികരമായ ഭക്ഷണപാനീയങ്ങൾ ഉപയോഗിക്കരുത്. രാസവസ്തുക്കളോ കൃത്രിമ നിറങ്ങളോ ചേർന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. മാംസാഹാരങ്ങളും മറ്റും ഹലാലാണെന്നും ഹാനികരമല്ലെന്നും ഉറപ്പുവരുത്തണം. അതൊക്കെ ചേർത്ത് നമുക്ക് ഇവിടെ 5 വരി കുറയാതെ എഴുതാം. അപ്പോൾ ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താം. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും തെറ്റുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.